ഇന്നത്തെ വീഡിയോ രാവിലെ എഴുന്നേറ്റിട്ടുള്ള എൻ്റെ സ്കിൻ കെയർ എന്താണെന്നാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ മുഖം കഴുകും. നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് സെറാവിയുടെ ആണ്. ഇതിൽ സാലിസൈക്ലിക് ആസിഡും പിന്നെ നിയാസിനമൈഡും ഒക്കെ ഉണ്ട്, നല്ലതാണ്. അടുത്തത് മോയ്സ്ചറൈസിങ് ക്രീമാണ് തേക്കുന്നത്. അത് സെറാവിയുടെ യൂറിയ ഉള്ള ക്രീമാണ് തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് ഇവിടെ കെരാറ്റോസിസ് പൈലേറിയസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണെന്ന് ശരിക്കറിയാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഒരു ചളിപിടി സാധനമാണത്. അപ്പോൾ അത് വന്നതിന് ശേഷമാണ് ഞാൻ സ്കിൻ കെയർ കുറച്ചുകൂടി നോക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് യൂറിയുള്ള സെറാവിയുടെ ക്രീം തേക്കാൻ തുടങ്ങിയത് കേട്ടോ. അല്ലെങ്കിലും സെറാവിയുടെ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനുള്ള കുറേ ക്രീമുകളുണ്ട്. സെറാവി എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളൊരു നല്ലതാണ്. ഇത് തേക്കും. നാട്ടിലായിരുന്നപ്പോൾ മോയ്സ്ചറൈസറും ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് പൗഡർ അങ്ങോട്ട് കയ്യിൽ തട്ടിയിട്ട് ഒരൊറ്റടി അടിച്ചിട്ട് മുഖത്തെല്ലാം തേച്ച് അത് തുണി കൊണ്ട് തുടച്ച് കളഞ്ഞ് പുറത്തോട്ട് പോവും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് എൻ്റെ സ്കിൻ എനിക്ക് പണി തരാൻ തുടങ്ങിയത്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ വേറെയാണ്. നമ്മൾ സ്കിൻ കെയർ അല്ല, കുറേ ഇങ്ങനെ സെറം അങ്ങനെയൊന്നൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം അവരുടെ സ്കിന്നിലത്തെ പ്രോബ്ലംസ് അനുസരിച്ച്. പക്ഷേ മോയ്സ്ചറൈസർ എന്തായാലും തേക്കണം എന്നുള്ളത് ഞാൻ ഈ രാജ്യത്ത് വന്നതിന് ശേഷമാണ് പഠിച്ചത്. പിന്നെ ഇനി ഞാൻ പുറത്തോട്ട് പോവാണ്, അതുകൊണ്ട് ഞാൻ സൺസ്ക്രീനും കൂടി തേക്കുന്നുണ്ട്. ലിപ്പിക്കാറിൻ്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസിങ് ക്രീമും നല്ലതാണ്. പക്ഷെ അത് നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള ഒരു എന്താ പറയുക, ഒരു കോംപ്ലക്ഷൻ കുറച്ചും കൂടിയും ഡള്ളാക്കും. അതേപോലെ തന്നെ അത് ഭയങ്കര ഓയിലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്ത് വെളിച്ചെണ്ണ തേച്ച പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മാറ്റി നിവിയയുടെയാണ് യൂസ് ചെയ്യുന്നത്. നിവിയയുടെ കിഡ്സിൻ്റെ ആണ്. ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ നിവിയയുടെ നമുക്കുള്ള സൺസ്ക്രീനും ഇതും നല്ലതാണ്. അപ്പം ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. കഴിഞ്ഞു.